പിന്നെ ഞാൻ വിചാരിക്കുന്നത് ജീവിതത്തിൽ എല്ലാം നമുക്കൊന്ന് അനുഭവിക്കാൻ കിട്ടിയാൽ ഒന്നും വേണ്ട അല്ലെങ്കിൽ പേടി എനിക്കിപ്പോൾ നേരമില്ല എന്ന് പറയരുത്. എപ്പോഴൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ ചാൻസ് കിട്ടിച്ചാൽ എല്ലാതും ആസ്വദിക്കണം. ഐ തിങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു 40-45 വയസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല മക്കളെ പറ്റിയിട്ട്, മക്കളെന്ത് ചെയ്യണു അങ്ങനെ യാതൊരു ടെൻഷനില്ല. ഞാൻ ഇപ്പോൾ കിട്ടിയ അവസരം ശരിക്കും എൻജോയ് ചെയ്യാണ്. അതുപോലെ നിങ്ങളെല്ലാവരും കിട്ടിയ അവസരം അവനവൻ്റെ ജോലികളൊക്കെ വേഗം തീർത്തിട്ട് ഒരു സൈക്ലിംഗ് ഉണ്ട്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കണം, അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യണം, കല്യാണം കഴിക്കണം, കുറച്ച് കുട്ടികളുണ്ടാവണം, അത് കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കണം, അവരെ കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ വേഗം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. ആ ജീവിതം ആവുമ്പോഴേക്കും ഒരു രോഗികളായിട്ട് അവിടെയും ഇവിടെയും ചുരുണ്ടുകൂടി കിടക്കാണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുക. കാരണം വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഒരു സമയം കിട്ടും, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നല്ല എക്സസൈസും നല്ല ഫുഡും നമുക്ക് ആവശ്യമുള്ള മാത്രം ഭക്ഷണം കഴിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യണ ഒരു അവസരം വരും. ആ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മുട്ടുവേദന അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ വന്നിട്ട് നമുക്ക് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 56-57 വയസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചൈനയിലേക്ക് വന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ എൻ്റെ മക്കളെ ലൈവായിട്ട് വിളിച്ച് അവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അവരെ ഞാൻ കൊതിപ്പിക്കുകയാണ്. മമ്മി ചൈനയിൽ വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ചാൻസ് നിങ്ങൾക്കാണ്, നിങ്ങൾ വേഗം നിങ്ങളുടെ ജോലി ചെയ്തിട്ട് വേഗം ഓടി വായോ എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. എല്ലാവരോടും ഞാൻ പറയാണ്, എല്ലാവരും അവനവൻ്റെ ഹെൽത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. ഏയ് എടുത്തു പേടിയാവുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ പിടിച്ചിട്ടാണ് അത് ഈ പെണ്ണിന് പേടിയാവുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പിടിച്ചിട്ടൊക്കെ വരണത്. ഇത് ഗ്ലാസ് ആയിട്ട് നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. ഇങ്ങനെ ഇറങ്ങി പോവാം. എനിക്ക് തോന്നുന്നില്ല ഒരു ഇതിലിരിക്കാൻ പറ്റും. ഫസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. രസമായിട്ട് ഇടയിലൊക്കെ വാഷ്റൂം വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇരിക്കാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ചൂടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണം, റെസ്റ്റ് എടുക്കണം, കുട്ടികളെ കിടത്തണം, എല്ലാത്തിനും അവർ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട, അത് ചോട്ടിലാണ്. ഇവിടെയാണ് ഞാൻ കാല് വെച്ച് കൊടുക്കുന്നത്. കണ്ട ഇങ്ങനെ കാല് വെച്ച് കൊടുക്കുന്നത്. വരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും നമ്മളെ ഫോറിനേഴ്സാണ് വിളിക്കുന്നത്. ആ ഫോറിനേഴ്സ് വിളിച്ചിട്ട് എല്ലാവരും നമ്മളോട് ചോദിക്കുക. പിന്നെ നീ ഹാവ്, ഹലോ എന്ന് പറയുന്നത്. നീ ഹാവ് അവർ走的呀，要不我也来。还哪个地方？我们每个地方走，对的，往下走。我们每个地方都要来一个。不是我走这里。扶着。不行，快了。你扶着，我先给你拿去。这个。我谢了。
ஓகே. கோமதி எப்படி இருந்தாச்சா? சூப்பராக இருந்துச்சு. நீங்கள் இந்தியாவில் எங்கே இருக்கு? நான் வந்து சென்னை, தமிழ்நாடு சென்னையில் இருக்கேன். எவ்வளோ வருஷம் ஆச்சு? சைனா வந்து 10 years ஆகுது. 10 years. ஆமாம். ஓகே. உனக்கு பிடிச்சாச்சா சைனா? ரொம்ப பிடிச்சிச்சு. வெரி சேஃப் கண்ட்ரி. வெரி சேஃப் கண்ட்ரி. ஆமாம். இப்போ நம்ம எங்கே வந்து தைஜோ. கிளாஸ் பிரிட்ஜ். ஃபர்ஸ்ட் டைம் இங்கே வந்தாச்சா? இல்லை, இது ஃபர்ஸ்ட் டைம். பட் ஆனால் கிளாஸ் பிரிட்ஜ் முன்னாடியே இன்னொரு தடவை நாங்கள் போயிருக்கோம். ஓகே. என்னோட மதர்-இன்-லா ஃபாதர்-இன்-லாலாம் வந்திருந்தாங்க. அதுக்கு முன்னாடி நாங்கள் போயிருந்தோம். ரொம்ப பிடிச்சிச்சு. ரேமா சேச்சியோட சேனலை சப்ஸ்கிரைப் பண்ணுங்க. हेलो, आप कहाँ से हो इंडिया के? मैं इंडिया में गुड़गांव से हूँ। गुड़गांव से। जी। तो अभी आप चाइना में हो, कितने साल से आप चाइना में हो? मैं चाइना में लास्ट 15 ईयर से थी। 2006 में आई थी मैं। उससे 2020 तक हम चाइना में थे। फिर कोविड में हम आ नहीं पाए ट्रैवल रिस्ट्रिक्शन की वजह से। तो लेकिन मेरे हस्बैंड उस समय चाइना में ही हैं और यहीं जॉब कर रहे हैं। तो मैं अपने बच्चों के एजुकेशन के कारण ओनली समर वेकेशन में चाइना भी आ पाती हूँ। आपके बच्चे कितने बच्चे हैं? मेरे 2 बच्चे हैं। क्या कर रहे हो? मेरी जो बेटी है वो अभी 12th करके और फर्स्ट ईयर में वो गई है कनाडा में बायोटेक्नोलॉजी करने के लिए, यूनिवर्सिटी ऑफ टोरंटो से। और मेरा बेटा वो अभी IB से स्कॉटिश हाई स्कूल में गुड़गांव से 12th कर रहा है। तो अभी आप कहाँ आई हो? मैं अपने हस्बैंड के पास आई हूँ। निम्बो सिटी है वो, एशिया पल्प एंड पेपर में मेरे हस्बैंड सेल्स डायरेक्टर हैं। ओके। तो अभी आप कहाँ घूमने आई हो? ये जगह है, ये ताइजो जिजियांग प्रोविंस में ग्लास ब्रिज है। वहाँ हम अपने फ्रेंड्स के साथ मैं आई हूँ, अपने बच्चों के साथ। तो पहली बार आ रही हो क्या? यहाँ इस प्लेस में मैं पहली बार आ रही हूँ। कैसा लगा आपको? मुझे बहुत अच्छा लगा। मैं सबको रिकमेंड करूँगी जो अगर जिजियांग प्रोविंस में या चाइना में या घूमने आते हैं, यहाँ ज़रूर आए। बहुत ही अच्छी प्लेस है। ओके। तो पहली बार यहाँ आया या अभी आप कितना आवर हो गया अभी यहाँ घूम रहे हो? यहाँ हम सुबह अराउंड 11 o'clock पहुँच गए थे और अभी 6:30 हो गया। कंटिन्यूस हमें नए स्पॉट्स मिल ही रहे हैं और हम देख ही रहे हैं। तो इसमें सबसे अच्छा आपको क्या लगा? इसमें सबसे अच्छा मुझे वाटरफॉल लगा, क्योंकि बहुत ही पानी ठंडा और हम इतने थक गए थे। बहुत ही रिलैक्सिंग था। तो वाटरफॉल इज़ द बेस्ट। Otherwise, glass bridge, mountain view, scenery, all are awesome. Thank you. ഹലോ. ഹായ്. എന്താ പേര്? എൻ്റെ പേര് പ്രീത എന്നാണ്. ഞങ്ങൾ പാലക്കാട്ടാണ് ഞങ്ങളുടെ സ്വദേശം. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, നന്മാറ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? പൂരത്തിന്റെ അവിടെയാണ് പൂരം. അവിടെയാണ് വീട്. പിന്നെ എന്നെ കല്യാണം കഴിച്ചിട്ട് പോയത് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ 5 വർഷമായി ചൈനയിൽ. ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ടീച്ചേഴ്സാണ്. ഞങ്ങളിവിടെ ഒരു നിങ്ബോ ഹുവാമാ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സ്കൂളിൽ ഞാനും ഹസ്ബൻഡും ടീച്ചേഴ്സാണ്. മോൻ അവിടെ തന്നെ പഠിക്കണു, grade 8. ഓ, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്നത് കുറച്ച് നാൾ മാൽദീവ്സിലുണ്ടായിരുന്നു, പിന്നെ ഇന്തോനേഷ്യയിൽ ഒരു 8 years ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കൺട്രിയിൽ നിന്നും ചൈന വളരെ വ്യത്യസ്തമാണ്. എന്താ വെച്ചാൽ ചൈനയുടെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഹെറിറ്റേജ് ആയിക്കോട്ടെ, എല്ലാം വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. ഒന്ന് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളും ഗ്രാൻഡ് പാരൻസും തമ്മിലുള്ള റിലേഷൻ വളരെ നല്ലതാണ്. കാരണം കുട്ടികൾ എപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് വളരുക. പാരൻസ് ആർ ബിസി. സോ അതായത് ശരിക്കും ഗ്രാൻഡ് പാരൻസ് ആണ് ഇവിടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർ ബോണ്ട് ഭയങ്കര നല്ലതാണ്. See you next time. Bye bye.